10ാം ക്ലാസ്സിൻ്റെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന പാഠത്തിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ 3ാമത്തെ വീഡിയോ. ഇതിൽ നമ്മൾ നോക്കുന്നത് പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും എന്ന് വരുന്ന ഭാഗമാണ്. നമുക്ക് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നറിയാം. ചുവടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നിർമ്മിക്കാം. ഫസ്റ്റ് ടേം 1, ആദ്യത്തെ പദം 1, രണ്ടാമത്തെ ടേം സെക്കൻഡ് ടേം 11 ആയ ഒരു സീക്വൻസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കുന്നതാണ്. അതായത് 11ൽ നിന്ന് 1 കുറച്ചാൽ 10 കിട്ടും. പൊതുവ്യത്യാസം 11ൽ നിന്ന് 1 പോയാൽ 10. അപ്പോൾ 10 വീതം കൂടിക്കൂടി പോകുന്ന ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്തമാറ്റിക് സീക്വൻസ് ആണിത്. അപ്പോൾ സീക്വൻസ് വരുന്നത് 1, 10 കൂട്ടി 11, വീണ്ടും 10 കൂട്ടി 21, വീണ്ടും 10, 31 ആ ക്രമത്തിലാണ്. അപ്പോൾ ശ്രേണി 1, 11, 21, 31 എന്ന ക്രമത്തിലായിരിക്കും വരിക. ഇനി ഒന്നാമത്തെ ടേം 1ഉം മൂന്നാമത്തെ ടേം 11 ആണെങ്കിലോ? നമ്മൾ മുമ്പേ നോക്കിയത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ടേമുകൾ അറിഞ്ഞിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ടേമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആദ്യ പദം 1, മൂന്നാമത്തെ പദം 11. ഈ ശ്രേണി എങ്ങനെ രൂപീകരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യ പദം ഫസ്റ്റ് ടേം 1, മൂന്നാമത്തെ പദം 11. ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണെന്ന് നമുക്കറിയില്ല. അത് എക്സ് ആണെന്ന് കരുതുക. അപ്പോൾ ആദ്യ പദത്തിൻ്റെ കൂടെ എക്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ പദം കിട്ടുന്നത്. എക്സ് ആണ് പൊതുവ്യത്യാസമെങ്കിൽ. അപ്പോൾ ആദ്യ പദം 1, അതിൻ്റെ കൂടെ എക്സ് കൂട്ടണം, 1 + x. മൂന്നാമത്തെ പദം കിട്ടുന്നത് ഇതിനോടുകൂടി വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ്, അല്ലേ? അതായത് രണ്ടാമത്തെ ടേമായ 1 + x കൂടി വീണ്ടും എക്സ് കൂട്ടുന്നു. 1 + x + x. എക്സ് എക്സൂടെ കൂട്ടിയാൽ നമുക്കറിയാം 2x ആണ്. അപ്പോൾ 1 + 2x ആണ് മൂന്നാമത്തെ ടേം. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത്, മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 1 + 2x ആണ്. ഇപ്പം നമ്മൾ ഒരു ചതുരത്തിലാക്കി കാണിച്ചിട്ടുണ്ട്. 1 + 2x ആണ് മൂന്നാമത്തെ പദം. പക്ഷേ മൂന്നാമത്തെ പദം എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാം പദം 11 ആണ് എന്ന് പറഞ്ഞാൽ 1 + 2x എന്ന് പറയുന്നത് 11 ആണ്, അല്ലേ? അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 + 2x എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 2x എത്ര വരും? 1നെ നമ്മൾ സമത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക്, വലത് ഭാഗത്തേക്ക് മാറ്റുന്നു. അപ്പോൾ 2x എന്ന് പറയുന്നത് 11ൽ നിന്ന് 1 കുറയ്ക്കണം, അത് 10 ആണ്. അപ്പോൾ 2x 10 ആണ് എന്ന് കിട്ടി. അപ്പോൾ x എത്രയായിരിക്കും? 2 തവണ x കൂട്ടുമ്പോൾ 10 കിട്ടും. അപ്പോൾ 10ൻ്റെ പകുതി 10/2 അതായിരിക്കും x, 5. അപ്പോൾ x എത്രയാണെന്ന് നമുക്ക് കിട്ടി. പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഒന്നാമത്തെ പദം 1 ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ അതിനോട് കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ മതിയാവും. 1 + 5 ആണ് രണ്ടാമത്തെ ടേം, അല്ലേ? 1 + 5 6. അതിൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടുക, 6 × 5 = 11. വീണ്ടും 5 കൂട്ടുന്നു, 11 × 5 = 16. അപ്പോൾ ആ സീക്വൻസ് വരുന്നത് 1, 6, 11, 16 എന്ന ക്രമത്തിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നാലും നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നാലും ഈ രീതിയിൽ നമുക്ക് സീക്വൻസ് നിർമ്മിക്കാം. ഇനി വേറൊരു ചോദ്യം നോക്കാം. തേർഡ് ടേം 37, സെവൻത് ടേം 73, മൂന്നാമത്തെ പദം 37, ഏഴാമത്തെ പദം 73 ആയ ശ്രേണി. അപ്പം മൂന്നാമത്തെ പദത്തിൽ നിന്ന് ഏഴാമത്തെ പദത്തിലെത്തണമെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? 3ൻ്റെ കൂടെ 1 തവണ കൂട്ടിയാൽ 4, 2 തവണ 5, 3 തവണ 6, 4 തവണ 7. അപ്പോൾ മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ
4 തവണ പൊതുവ്യത്യാസം കൂട്ടണം അല്ലേ? 7 നിന്ന് നമുക്ക് 3 കുറച്ചാലും മതി. 7 നിന്ന് 3 പോയാൽ 4. അപ്പം 4 തവണ പൊതുവ്യത്യാസം കൂട്ടിയിട്ടാണ് നമുക്ക് 73 കിട്ടിയിരിക്കുന്നത്. 37ൻ്റെ കൂടെ 3 തവണ 4 തവണ 37ൻ്റെ കൂടെ 4 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 73 നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എക്സ് ആണ് പൊതുവ്യത്യാസമെങ്കിൽ 37ൻ്റെ കൂടെ 4x കൂട്ടുമ്പോഴാണ് 73 കിട്ടുക. 37 അധികം 4 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 7ാമത്തെ ടേമായ 73 കിട്ടും. 3ാമത്തെ പദത്തിൻ്റെ കൂടെ 4 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 7ാമത്തെ ടേം കിട്ടുന്നത്. ഇനി 37നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 4x എന്ന് പറയുന്നത് 73 മൈനസ് 37. 73ൽ നിന്ന് 37 പോയാൽ 36. 4x = 36 എന്ന് ലഭിക്കും. ഇനി എക്സ് എത്രയായിരിക്കും? അപ്പോൾ 4x ആണ് 36. അപ്പോൾ എക്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36/4 അത് 9 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം 9 എന്ന് കിട്ടുന്നു. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 9 ആണ്. അപ്പോൾ ശ്രേണി എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടേമാണ് നമുക്കറിയാവുന്നത്, ഫസ്റ്റ് ടേം അറിയില്ല. തേർഡ് ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കുറച്ചാൽ സെക്കൻഡ് ടേം കിട്ടും. 37ൽ നിന്ന് 9 കുറച്ചാൽ രണ്ടാമത്തെ പദം കിട്ടും. ഒന്നുകൂടെ 9 കുറച്ചാൽ ഒന്നാമത്തെ പദം കിട്ടും. എന്ന് പറഞ്ഞാൽ 37ൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ ഒന്നാമത്തെ ടേം നമുക്ക് കിട്ടും. 3ാം പദത്തിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോഴാണ് ഒന്നാമത്തെ പദം നമുക്ക് ലഭിക്കുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3ാം ടേമായ 37 മൈനസ് 2 തവണ പൊതുവ്യത്യാസം, അതായത് 2 തവണ 9. 37ൽ നിന്ന് 2 തവണ 9 എന്ന് പറയുമ്പോൾ 9 2 18. 37ൽ നിന്ന് 18 പോയാൽ 19. അപ്പോൾ ഈ ശ്രേണിയുടെ ഫസ്റ്റ് ടേം 19 ആയിരിക്കും. അതിനോടുകൂടി പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടി നമുക്ക് ഈ ശ്രേണി രൂപീകരിക്കാം. 19നോടുകൂടി 9 കൂട്ടുക, എത്ര കിട്ടും? 28. വീണ്ടും 9, 37, വീണ്ടും 9 കൂട്ടുന്നു, 46. അപ്പോൾ ഈ ശ്രേണി 19, 28, 37, 46 എന്നിങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി ഇതേ ശ്രേണി തന്നെ എടുത്ത് നമുക്ക് വേറൊരു കാര്യം പരിശോധിക്കാം. നമ്മളിപ്പോൾ കണ്ട 19, 28, 37, 46 എക്സെട്ര എന്ന് വരുന്ന ശ്രേണി, ഇതിൻ്റെ പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 9 ആണ് അല്ലേ? 9 വീതം കൂടിക്കൂടി പോകുന്ന ഒരു ശ്രേണിയാണ് ഇത്. ഇനി ഇതിൽ ഓരോ പദവും അതിൻ്റെ സ്ഥാനവും നമുക്കൊന്ന് പരിശോധിക്കാം. ടേമും പൊസിഷനും. പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം, ടേം അല്ലെങ്കിൽ പദം. ഒന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് 19, പൊസിഷൻ 1, ഫസ്റ്റ് ടേം 19. രണ്ടാമത്തെ സ്ഥാനത്ത് 28, സെക്കൻഡ് പൊസിഷനിൽ 28. തേർഡ് പൊസിഷനിൽ 37, ഫോർത്ത് പൊസിഷനിൽ 46. അപ്പോൾ ഓരോ പൊസിഷനും ആ പൊസിഷനിൽ വരുന്ന ടേംസും നമ്മൾ എഴുതി വെച്ചു. ആദ്യം എഴുതിയിരിക്കുന്നത് പൊസിഷനാണ്, 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ആ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ ഏതെല്ലാം എന്നാണ്. 1ാം സ്ഥാനത്ത് 19, 2ാം സ്ഥാനത്ത് 28, 3ാം സ്ഥാനത്ത് 37, 4ാം സ്ഥാനത്ത് 46, അങ്ങനെ തുടരുന്നു. ഇനി ഇവ തമ്മിലുള്ള ഒരു ബന്ധം നമുക്കൊന്ന് പരിശോധിക്കാം. ഏതെങ്കിലും 2 ടേംസ് എടുക്കാം. നമുക്ക് ഉദാഹരണത്തിന് 3ാമത്തെയും 1ാമത്തെയും പദങ്ങൾ പരിശോധിക്കാം. തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ 3ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദം, 3ാം പദം ഇപ്പോൾ റെഡിൽ കാണിച്ചിരിക്കുന്നു, 37 ആണ്. 1ാം പദം 19 ആണ്. അപ്പോൾ 37ൽ നിന്ന് 19 പോയാൽ 18 കിട്ടും. ഇനി ഈ പൊസിഷനുകൾ, ഈ സംഖ്യകളുടെ പൊസിഷനുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3ാം പദം. അപ്പോൾ പൊസിഷൻ എത്രയാണ്? 3. 1ാം പദം. അപ്പോൾ പൊസിഷൻ അഥവാ സ്ഥാനം 1. അപ്പോൾ സ്ഥാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, പൊസിഷൻ ഡിഫറൻസ് അഥവാ സ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് 3 - 1 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് ആ സ്ഥാനത്ത് വരുന്ന പദങ്ങൾ കുറച്ചു,
ടേം ഡിഫറൻസ് കണ്ടു, അഥവാ പദവ്യത്യാസം. 37 നിന്ന് 19 കുറച്ചു. പിന്നീട് അതിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ ഡിഫറൻസ് കണ്ടു. 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനം കുറച്ചു, 2 കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഈ പൊസിഷൻ ഡിഫറൻസിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് ഏറ്റവും മുകളിൽ വലതുവശത്ത് എഴുതിയിട്ടുണ്ട്, 9 അതുകൊണ്ട് പൊസിഷൻ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോമൺ ഡിഫറൻസ് 9 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് 2. 9 ഇൻറ്റു 2 18. അപ്പോൾ ഈ കിട്ടിയ 18 എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ ടേം ഡിഫറൻസിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലേ? ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ഇതെപ്പോഴും ശരിയായിരിക്കുമോ എന്നറിയാൻ നമുക്ക് ഒരു സെറ്റ് കൂടി എടുത്തിട്ടൊന്ന് പരിശോധിക്കാം. ഇതെല്ലാം പോട്ടെ. ഇപ്പം നമ്മളെടുത്ത് 1ഉം 3ഉം സ്ഥാനത്തുള്ള സംഖ്യകളും സ്ഥാനവുമാണ്, അത് മാറ്റുന്നു. പകരം നമുക്ക് 4, 1 സ്ഥാനങ്ങൾ എടുക്കാം. 4th ടേം മൈനസ് ഫസ്റ്റ് ടേം. ഈ ശ്രേണിയുടെ 4th ടേം ഏതാണ്? 4-ാം പദം. സ്ഥാനവും പദവും തമ്മിൽ മാറിപ്പോരുത്. 4th ടേം എന്ന് പറയുന്നത് 46 ആണ്. ആ പദം 46 ആണ്. ഫസ്റ്റ് ടേം 19. അപ്പോൾ ടേം ഡിഫറൻസ് അഥവാ പദവ്യത്യാസം എന്ന് പറയുന്നത് 46-ൽ നിന്ന് 19 കുറയ്ക്കുന്നതാണ്. അത് 27 എന്ന് കിട്ടും. ഇനി പൊസിഷൻ ഡിഫറൻസോ, ഇതാണ് 46-ൻ്റെ പൊസിഷൻ 4, 19-ൻ്റെ പൊസിഷൻ 1. അപ്പോൾ 4-ൽ നിന്ന് 1 കുറച്ചാൽ 3. പൊസിഷൻ ഡിഫറൻസ് 3 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് പൊസിഷൻ ഡിഫറൻസ് ആയ 3-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഗുണിക്കുന്നു. അപ്പോൾ 27 കിട്ടും. അപ്പോൾ 27 തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയ ടേം ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം: ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡിഫറൻസ് ഓഫ് പൊസിഷൻസ് ആൻഡ് ദി കോമൺ ഡിഫറൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ സമാന്തര ശ്രേണിയിൽ ഏത് 2 പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ്. സമാന്തര ശ്രേണിയിൽ ഏത് 2 പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമായിരിക്കും. ഇതിനെ മറ്റു രീതിയിൽ പറഞ്ഞാൽ, ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പൊസിഷൻ ഡിഫറൻസ് ആൻഡ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് ദി കോമൺ ഡിഫറൻസ്. ഏത് സമാന്തര ശ്രേണിയിലും പദവ്യത്യാസം സ്ഥാനവ്യത്യാസത്തിന് ആനുപാതികമാണ്. ആനുപാതിക സ്ഥിരം പൊതുവ്യത്യാസവും. പൊതുവ്യത്യാസത്തിനെ സ്ഥാനവ്യത്യാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എപ്പോഴും പദവ്യത്യാസം ലഭിക്കുന്നത്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം, കാണാതെ പഠിക്കണം. നമുക്ക് കണക്കുകളിൽ ആവശ്യം വരും. ഇനി ഇത് വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. പാഠപുസ്തകത്തിലെ പേജ് 21-ലെ 1-ാമത്തെ ചോദ്യം: ഇൻ ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദെയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് 0. ഫൈൻഡ് ദം. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം വൃത്തം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. മൊത്തം ഞാൻ വായിക്കുന്നില്ല, നമ്മുടെ പുസ്തകത്തിലുണ്ട്. പേജ് 21-ൽ ഇത് കൊടുത്തിട്ടുണ്ട്. പുസ്തകം എടുത്ത് വെക്കുക. ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തേത് 24, 42 എന്ന് പോകുന്ന ശ്രേണിയാണ്. അപ്പോൾ ഇതിലെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അടുത്തടുത്തുള്ള 2 ടേമുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? 1-ാമത്തെയും 2-ാമത്തെയും ടേം അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ 2-ാമത്തെ ടേമിൽ നിന്ന് 1-ാമത്തെ ടേം കുറച്ചാൽ മതി. 42-ൽ നിന്ന് 24 പോയാൽ 18 ഇതിൻ്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, അല്ലേ? അപ്പോൾ ഇത് 18 വീതം കൂടിക്കൂടി പോകുന്ന ഒരു സീക്വൻസാണ്, അഥവാ ശ്രേണിയാണ്. അപ്പോൾ 24 + 18 42 കിട്ടും. അതിനോട് വീണ്ടും 18 കൂട്ടുക, അപ്പോൾ കിട്ടുന്നതിനോട് വീണ്ടും 18 കൂട്ടുക. അങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്, അല്ലേ? അപ്പോൾ തേർഡ് ടേം എത്ര കിട്ടും? 42-ൻ്റെ കൂടെ 18 കൂട്ടി 60 കിട്ടും. ഫോർത്ത് ടേമോ 60-നോട് വീണ്ടും 18 കൂട്ടി 78 കിട്ടും. അപ്പോൾ സീക്വൻസ് എങ്ങനെ വരും? 24, 42, 60, 78 എക്സെട്ര എന്നായിരിക്കും ആ സീക്വൻസ്. ഇനി രണ്ടാമത്തതിലും
ഒന്നാമത്തെയും നാലാമത്തെയും പദങ്ങൾ തന്നിട്ടില്ല, പക്ഷേ 2ഉം 3ഉം തന്നിട്ടുണ്ട്. അടുത്തടുത്ത 2 പദങ്ങളാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് 18 തന്നെയാണ്. മുമ്പേ തന്നതുപോലെ തന്നെ 24ഉം 42ഉം അടുത്തടുത്താണ്. അതുകൊണ്ട് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 42-ൽ നിന്ന് 24 കുറച്ചിട്ട് 18ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്ര കിട്ടും? 24. സെക്കൻഡ് ടേമാണ്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 24-ൽ നിന്ന് 18 പോയാൽ 6. ഫോർത്ത് ടേം എങ്ങനെ കിട്ടും? തേർഡ് ടേമായ 42-ൻ്റെ കൂടെ 18 കൂട്ടിയാൽ മതി അല്ലേ? 42 + 18 60. അപ്പോൾ സീക്വൻസ് എങ്ങനെ വരും? 6 ഫസ്റ്റ് ടേം, 24 സെക്കൻഡ് ടേം, 42 60. 6, 24, 42, 60 എക്സെട്ര എന്ന് പോകുന്ന ഒരു ശ്രേണിയാണ് ഇത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ നോക്കാം. ഒന്നിൻ്റെ തന്നെ 3ഉം 4ഉം. ഇതിലും അടുത്തടുത്ത 2 പദങ്ങൾ തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 42-ൽ നിന്ന് 24, നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറച്ച് കിട്ടുന്ന 18 ആയിരിക്കും പൊതുവ്യത്യാസം. ഇനി സെക്കൻഡ് ടൈം കാണാൻ, രണ്ടാം പദം കാണാൻ, മൂന്നാം പദമായ 24-ൽ നിന്ന് 18 കുറയ്ക്കുന്നു, 6 കിട്ടും. ഒന്നാം ടൈം കാണാൻ, രണ്ടാം ടേമായ ഫസ്റ്റ് ടേമായ സെക്കൻഡ് ടേമായ 6-ൽ നിന്ന് പൊതുവ്യത്യാസമായ 18 കുറയ്ക്കുന്നു. 6 - 18, അത് നെഗറ്റീവ് നമ്പറാണ് വരുന്നത്. 6 ചെറുതും 18 വലുതുമായതുകൊണ്ട് -12. അപ്പോൾ ശ്രേണി എങ്ങനെ വരും? -12, 6, 24, 42 എക്സെട്ര എന്നായിരിക്കും ഈ ശ്രേണി വരിക. ഈ നാലാമത്തതിൽ അടുത്തടുത്തുള്ള 2 സംഖ്യകളല്ല തന്നിരിക്കുന്നത്. 24 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം തന്നിട്ടില്ല. തേർഡ് ടേം 42, അതിൻ്റെ അടുത്ത ഫോർത്ത് ടേമും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസമാണ് എന്ന് നമുക്ക് അറിയാം. ആ സമവാക്യം ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്നത് മൂന്നാമത്തെയും ഒന്നാമത്തെയും പദങ്ങളാണ് അല്ലേ? മൂന്നാമത്തെ പദം 42, ഒന്നാമത്തെ പദം 24. അപ്പം 42-ൽ നിന്ന് 24 കുറയ്ക്കുന്നു. അതിനെ സ്ഥാനങ്ങളായ 3-ൽ നിന്ന് 1 കുറയ്ക്കുന്നു. മൂന്നാം സ്ഥാനത്ത് 42, അതിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വന്ന് 24 കുറയ്ക്കുന്നു. സ്ഥാനങ്ങൾ അഥവാ പൊസിഷൻസ് 3 - 1 എത്ര വരും? 42-ൽ നിന്ന് 24 കുറച്ചാൽ 18, 3-ൽ നിന്ന് 1 കുറച്ചാൽ 2, 18/2. 18-ൻ്റെ പകുതിയായ 9ആണ് പൊതുവ്യത്യാസം. അപ്പോൾ ആദ്യ പദമായ 24-നോട് കൂടി 9 കൂട്ടിക്കൂട്ടി പോകുന്ന ശ്രേണിയാണിത്. ഇനി എഴുതാമല്ലോ. 24 + 9 കൂട്ടി 33, 9 കൂട്ടി 42, 9 കൂട്ടി 51. അപ്പോൾ ശ്രേണി വരുന്നത് 24, 33, 42, 51 എക്സെട്ര എന്നായിരിക്കും. ഇനി അതിൻ്റെ അഞ്ചാമത്തെ ചോദ്യം. ആദ്യത്തെ ടേം തന്നിട്ടില്ല, രണ്ടാമത്തത് 24, അടുത്തത് തന്നിട്ടില്ല, മൂന്നാമത്തത് തന്നിട്ടില്ല, നാലാമത്തത് 42. കോമൺ ഡിഫറൻസ് മുമ്പ് കണ്ടതുപോലെ തന്നെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നാലാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുന്നു. അതിനെ 4 - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? 42-ൽ നിന്ന് 24 കുറയ്ക്കുന്നു. 4-ൽ നിന്ന് 2 കുറച്ച് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും. 42 ഒരു പദം, അത് നാലാമത്തതാണ്. 24 അതിൽ നിന്ന് കുറയ്ക്കുന്നു, അത് രണ്ടാമത്തെ ടേമാണ്. അതിനെ 4 - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 42-ൽ നിന്ന് 24 കുറച്ചാൽ കിട്ടുന്ന 18-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഉത്തരം 9. 18-ൻ്റെ പകുതി 9. അപ്പോൾ 24ആണ് സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം കിട്ടാൻ 24-ൽ നിന്ന് 9 കുറയ്ക്കണം. തേർഡ് ടേം കിട്ടാൻ 24-നോട് കൂടി 9 കൂട്ടണം, ആഡ് ചെയ്യണം. നോക്കാം എങ്ങനെ വരും. 24-ൽ നിന്ന് 9 പോയാൽ 15. ഇപ്പോൾ ഫസ്റ്റ് ടേം 15, സെക്കൻഡ് ടേം 24, തേർഡ് ടേം അതിനോടുകൂടി 9 കൂട്ടി 33. 24, 9, 33. അടുത്തത് വീണ്ടും 9 കൂട്ടി 42. അപ്പോൾ ശ്രേണി വരുന്നത് സീക്വൻസ് 15, 24, 33, 42 എക്സെട്ര എന്നായിരിക്കും.
ഇനി ആറാമത്തെ ചോദ്യം. 24, അടുത്ത 2 ടേം തന്നിട്ടില്ല. നാലാമത്തെ ടേം 42. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം 24. നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് ചെയ്ത് നോക്കാം. ഫോർത്ത് ടേം 42 അപ്പോൾ ഫോർത്ത് ടേം കിട്ടുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടി 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ്, അല്ലേ? 3 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ്. കോമൺ ഡിഫറൻസ് എക്സ് ആണെന്ന് അങ്ങ് എടുക്കുക. കോമൺ ഡിഫറൻസ് എക്സ് ആണ്. നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ ഇത് ചെയ്യാം, വ്യത്യസ്തമായ വേറൊരു മാർഗം കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ 42 എന്ന് പറയുന്ന നാലാമത്തെ പദം കിട്ടുന്നത് ആദ്യ പദമായ 24നോട് കൂടി 3 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ്. ആദ്യത്തെ പദത്തോടുകൂടി 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നാലാമത്തെ പദം കിട്ടുക. ഇനി നമ്മൾ 24നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 3x സമം 42 മൈനസ് 24 18 എന്ന് കിട്ടും. 3x സമം 42ൽ നിന്ന് 24 കുറച്ചാൽ 18. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 18 ഭാഗം 3, 18/3 ആയിരിക്കും, അല്ലേ? അത് 6 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 6 എന്ന് കിട്ടി. അപ്പോൾ ശ്രേണി എങ്ങനെ വരും? ഫസ്റ്റ് ടേം 24, കോമൺ ഡിഫറൻസ് 6. അപ്പോൾ 24നോട് കൂടി 6 കൂട്ടി പോവുക. 24, 30, 36, 42 എക്സെട്ര ആയിരിക്കും ശ്രേണി. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ദി ടേംസ് ഇൻ 2 പൊസിഷൻസ് ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ചില ശ്രേണികളിലെ 2 ടേം തന്നിരിക്കുന്നു. ഈ ശ്രേണി കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതണം, അല്ലേ? ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത് തന്നെ. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തേത് തേർഡ് ടേം 34 ആൻഡ് സിക്സ്ത് ടേം 67. മൂന്നാമത്തെ പദം 34, ആറാമത്തെ പദം 67. നമ്മൾ ഈ സമവാക്യം ഉപയോഗിക്കണം. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ടേം ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം ആണ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 67ൽ നിന്ന് 34 കുറയ്ക്കണം. അതേതൊക്കെ സ്ഥാനത്താണ് വരുന്നത്? 6ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും, അല്ലേ? 67ൽ നിന്ന് 34 കുറയ്ക്കുന്നതിനെ 6 - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 67ൽ നിന്ന് 34 പോയാൽ നമുക്കറിയാം 33. അതിനെ 6ൽ നിന്ന് 3 പോയാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. അപ്പോൾ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ ഒന്നാമത്തെ പദം എങ്ങനെ കിട്ടും? 34ൽ നിന്ന് 11 കുറച്ചാൽ രണ്ടാം പദം കിട്ടും. 34 തേർഡ് ടേം അല്ലേ? മൂന്നാമത്തെ പദമാണ് 34. അതിൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ രണ്ടാം പദം കിട്ടും. ഒന്നുകൂടെ 11 കുറയ്ക്കുമ്പോൾ ഒന്നാം പദം കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും, അല്ലേ? അപ്പോൾ 34 - 22 അതാണ് ഒന്നാമത്തെ പദം. തേർഡ് ടേം മൈനസ് 2 തവണ കോമൺ ഡിഫറൻസ്, അല്ലേ? ഫസ്റ്റ് ടേം 34 - 2 പ്രാവശ്യം 11 എന്ന് പറഞ്ഞാൽ 34 - 22 = 12 ആദ്യത്തെ പദം. പൊതുവ്യത്യാസം എത്രയാ? 11. അപ്പോൾ 12നോട് കൂടി 11 വീതം കൂട്ടി എഴുതിയാൽ മതി, അല്ലേ? അതെങ്ങനെ വരും? 12, 11 കൂട്ടുമ്പോൾ 23, വീണ്ടും 11 കൂട്ടുമ്പോൾ 34, വീണ്ടും 11 കൂട്ടുമ്പോൾ 45, വീണ്ടും 11 കൂട്ടുമ്പോൾ 56 എക്സെട്ര. ഇതാണ് അതിൻ്റെ ആദ്യത്തെ 5 പദങ്ങൾ. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. മൂന്നാം പദം 43, ആറാം പദം 76, അല്ലേ? അപ്പം നമ്മൾ മുമ്പേ ഉപയോഗിച്ച അതേ സമവാക്യം ഉപയോഗിക്കണം. പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ഭാഗം സ്ഥാനവ്യത്യാസം എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കണം. അപ്പോൾ ഇതിലെ ടേംസ് എന്ന് പറയുന്നത് 76ഉം 43ഉമാണ്. അത് കുറയ്ക്കുന്നു. അതിനെ 6 - 3, 6ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമാണ് ഈ സംഖ്യകൾ വരുന്നത്. അതുകൊണ്ട് 6 - 3 കാണുന്നു. 76ൽ നിന്ന് 43 കുറച്ചതിനെ 6 - 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു.
76 നിന്ന് 43 പോയാൽ 33, 6 നിന്ന് പോയാൽ വീണ്ടും 3, അത് 11 എന്ന് വരും. 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11. അപ്പോൾ ഒന്നാം പദം വീണ്ടും മുമ്പത്തേതുപോലെ കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടും? തേർഡ് ടേമിൽ നിന്ന് 2 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അല്ലേ. 43 തേർഡ് ടേം, മൂന്നാം പദം 43, അതിൽ നിന്ന് 2 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം 11, അതായത് 22 കുറയ്ക്കണം. 43 നിന്ന് 22 പോയാൽ 21 എന്ന് കിട്ടും. ഇനി സീക്വൻസ് അഥവാ ശ്രേണി എങ്ങനെ വരും? ആദ്യ പദം 21, പിന്നെ 11 വീതം കൂട്ടി പോകണം അല്ലേ. 21, 11 കൂട്ടി 32, 43, 54, 65 എക്സെട്ര എന്ന രീതിയിലായിരിക്കും ഈ ശ്രേണി വരുന്നത്. ഇനി ഇതിലെ അടുത്ത ചോദ്യം, തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3, മൂന്നാമത്തെ പദം 2ഉം അഞ്ചാമത്തെ പദം 3. ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. കോമൺ ഡിഫറൻസ് സമം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസ് എന്ന് പറയുന്നത് 3ഉം 2ഉം ആണ്. അപ്പോൾ 3 - 2 ഡിവൈഡഡ് ബൈ 5 - 3 അല്ലേ. ഫിഫ്ത്ത് ടേമും തേർഡ് ടേമും അല്ലേ. 5 - 3 ടേം അല്ലേ. നോക്കാം. 3 - 2 മൂന്നാം പദം മൈനസ് രണ്ടാം പദം ഡിവൈഡഡ് ബൈ 5ാം സ്ഥാനം മൈനസ് 3ാം സ്ഥാനം. അങ്ങനെ വരും. 3ൽ നിന്ന് 2 കുറച്ചാൽ 1, മേളിൽ 1 വരും. ഛേദം അഥവാ ഡിനോമിനേറ്റർ 5ൽ നിന്ന് 3 പോയാൽ 2. അപ്പോൾ കോമൺ ഡിഫറൻസ് ഹാഫാണ്, 1/2. അര വീതം കൂടി പോകുന്ന ഒരു ശ്രേണിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടും? തേർഡ് ടേമിൽ നിന്ന് 1 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ സെക്കൻഡ് ടേം, ഒന്നുകൂടെ കുറച്ചാൽ ഫസ്റ്റ് ടേം. അപ്പോൾ 2 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോൾ എങ്ങനെ വരും? തേർഡ് ടേമായ 2ൽ നിന്ന് 2 തവണ ഹാഫ്. 2 തവണ എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് പ്ലസ് ഹാഫ്, അര 1 അല്ലേ. അപ്പോൾ 2ൽ നിന്ന് 2 പ്രാവശ്യം ഹാഫ് എന്ന് പറഞ്ഞാൽ 1 2 - 1 1. അപ്പോൾ 1 ആദ്യത്തെ പദം. പൊതുവ്യത്യാസം അര. അപ്പോൾ 1ൻ്റെ കൂടെ അര വീതം കൂടി പോകും. 1, 1.5, 2, 2.5, 3, 3.5, അങ്ങനെയല്ലേ അര വീതം കൂടി പോകുന്നത്. 1, 1.5, 2, 2.5, 3 ആ ക്രമത്തിൽ പോകുന്ന ശ്രേണിയാണ് ഇത്. അടുത്തത് ഫോർത്ത് ടേം 2, സെവൻത്ത് ടേം 3, നാലാം പദം 2ഉം 7ാം പദം 3ഉം ആയ ശ്രേണി. ഇതേ സമവാക്യം ഇതേ രീതി. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേംസ് എന്ന് പറയുന്നത് 3ഉം 2ഉം. 3 - 2 ഭാഗം 7 - 4. മൂന്നാം പദത്തിൽ നിന്ന് 3 7ാമത്തെ പദം, അതിൽ നിന്ന് 4ാമത്തെ പദമായ 2 കുറയ്ക്കുന്നു. അതിനെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങളായ 7 - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3ൽ നിന്ന് 2 പോയാൽ 1, ഡിനോമിനേറ്റർ അഥവാ ഛേദം. 7ൽ നിന്ന് 4 കുറച്ചിട്ട് 3. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെ വരും? ഇവിടെ ഫോർത്ത് ടേമാണ് തന്നിരിക്കുന്നത്. അപ്പം 3 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാലേ ഫസ്റ്റ് ടേം കിട്ടുകയുള്ളൂ അല്ലേ. ഫോർത്ത് ടേമിൽ നിന്ന് 1 കുറച്ചാൽ തേർഡ്, ഒന്നുകൂടെ കുറച്ചാൽ സെക്കൻഡ്, ഒന്നുകൂടെ കുറച്ചാൽ ഫസ്റ്റ്. അപ്പോൾ 3 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലെത്തണമെങ്കിൽ അല്ലേ. അപ്പോൾ ഫോർത്ത് ടേമായ 2 മൈനസ് 3 തവണ കോമൺ ഡിഫറൻസ് ആയ 1/3. 3 × 1/3 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 3ഉം 3ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഡിനോമിനേറ്ററിലെ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന 3ഉം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ക്യാൻസലായി പോയിട്ട് 1 കിട്ടും. അപ്പോൾ 2 - 1 തന്നെയാണ് ഫസ്റ്റ് ടേം. ഇനി കൂടി പോകുന്നതോ 1/3 വെച്ച് കൂടിപ്പോവും അല്ലേ. 1 1/3, 1 2/3, 1 3/3, 1 4/3 ആ ക്രമത്തിൽ പോവും. 1 1/3, 1/3യുടെ കൂടെ 1/3 കൂട്ടിയാൽ 2/3, വീണ്ടും കൂട്ടിയാൽ 3/3. 3/3 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 3/3 1 അല്ലേ. അപ്പോൾ 1 + 1 2 ആകും. അതുകൊണ്ടാണ് അടുത്തത് 2 1/3 എന്ന് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അത് അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ.
1/3 കൂട്ടുമ്പോൾ 1/3, വീണ്ടും 1/3 കൂട്ടുമ്പോൾ 1/3 പ്ലസ് 1/3 2/3 ആണ്. അപ്പോൾ 1 2/3, വീണ്ടും 1/3 കൂട്ടുമ്പോൾ 2/3 പ്ലസ് 1/3 3/3 ആണ്. 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ 1 3/3 എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ 1/3 കൂട്ടുമ്പോൾ 2 1/3. അപ്പോൾ ശ്രേണി അഥവാ സീക്വൻസ് എങ്ങനെ വരും? 1 1 1/3, 1 2/3, പിന്നെ 2 എന്നത് എങ്ങനെയാണ്? 1 പ്ലസ് 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് 1 + 1 2 വന്നു. വീണ്ടും അതിനോടുകൂടി 1/3 കൂട്ടുമ്പോൾ 2 1/3. ഇങ്ങനെയായിരിക്കും ഈ ശ്രേണി രൂപപ്പെടുന്നത്. അടുത്തത് സെക്കൻഡ് ടേം 5, ഫിഫ്ത്ത് ടേം 2. രണ്ടാം പദം 5ഉം അഞ്ചാം പദം 2ഉം. ഇതേ സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2ൽ നിന്ന് 5 കുറച്ചതിനെ പൊസിഷൻസായ 5ൽ നിന്ന് 2 കുറച്ചത് അല്ലേ? 2ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 2 - 5 മൈനസാണ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് കുറയുന്നത്. അതുകൊണ്ട് -3 വരും. -3/3. -3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1. അപ്പോൾ കോമൺ ഡിഫറൻസ് -1 ആണ്. എന്ന് പറഞ്ഞാൽ 1 വീതം കുറഞ്ഞ് പോകുന്ന ഒരു ശ്രേണിയാണിത്. -1 എന്ന് പറഞ്ഞാൽ 1 കുറയുക ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് -1 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം ഇനി എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടേമിൽ നിന്ന് 1 കുറച്ചാൽ മതി. സെക്കൻഡ് ടേമിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ -1 കുറയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിനോട് കൂടി 1 കൂട്ടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഇവിടെ കിട്ടുക. മറ്റേ കുറച്ച് കിട്ടിയെങ്കിൽ ഇത് നെഗറ്റീവ് നമ്പർ വന്നതുകൊണ്ട് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ് നമ്പർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൂട്ടുക എന്നാണ് അർത്ഥം. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നോക്കിയാൽ കാണാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 - -1 ആണ്. 5ൽ നിന്ന് കുറയ്ക്കേണ്ടത് എന്താണ്? കോമൺ ഡിഫറൻസ് ആയ -1 ആണ്. 5 - -1 എന്ന് പറഞ്ഞാൽ 5 + 1 ആണ്. അത് 6. അപ്പോൾ ആദ്യത്തെ പദം 6. ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടും. അവിടെ ആ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നെഗറ്റീവ് നമ്പേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു നെഗറ്റീവ് നമ്പർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ആഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ സീക്വൻസ് എങ്ങനെ വരും? ആദ്യത്തെ പദം 6, രണ്ടാമത്തത് 1 കുറയും 5, മൂന്നാമത്തത് 4, 3, 2, 1, 0 അങ്ങനെ പോകും. 6, 5, 4, 3, 2 എക്സെട്ര ആണ് ഈ സീക്വൻസ് വരിക. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി പേജ് 21 മൂന്നാമത്തെ ചോദ്യം. ദി ഫിഫ്ത്ത് ടേം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് ദി 9th ടേം ഈസ് 66. വാട്ട് ഈസ് ഇറ്റ്സ് 25th ടേം? ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 38ഉം 9ാം പദം 66ഉം 25ാം പദം എന്താണ്? 5ാമത്തെയും 9ാമത്തെയും പദം തന്നിരിക്കുന്നു. 25ാമത്തെ പദം കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. ഫിഫ്ത്ത് ടേം 38, 9th ടേം 66. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഴയ സമവാക്യം തന്നെ. കോമൺ ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എങ്ങനെ വരും? ഒരു ടേം 66, ഒരു ടേം 38 അല്ലേ? അപ്പോൾ 66 - 38 ഡിവൈഡഡ് ബൈ 9th ടേം - 5th ടേം 9 - 5. 66 - 38 ഡിവൈഡഡ് ബൈ 9 - 5 അങ്ങനല്ലേ വരിക? 66 - 38 ഡിവൈഡഡ് ബൈ 9 - 5. അതെത്ര വരും? 66ൽ നിന്ന് 38 കുറച്ചാൽ 28 ബൈ 9 - 5 4 അല്ലേ? 28/4. 28/4 എന്ന് പറഞ്ഞാൽ 7 4 28. കോമൺ ഡിഫറൻസ് 7 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 7. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞേക്കുന്നത് 25ാമത്തെ ടേമാണ് അല്ലേ? 25ാമത്തെ ടേം കിട്ടണേ 5ാമത്തെ ടേം നമുക്കറിയാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 38 ആണ്. അതിനോടുകൂടി 20 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി 25ാമത്തെ ടേമിലെത്താൻ അല്ലേ?
5ൻ്റെ കൂടെ 20 കൂട്ടുമ്പോഴല്ലേ 25 കിട്ടുന്നത്. അപ്പോൾ 5ാമത്തെ ടേമിനോട് കൂടി 20 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 25th ടേം കിട്ടും. അങ്ങനെ വരും 38 ആണ് 5th ടേം. അതിനോടുകൂടി 20 തവണ 7, 20 തവണ 7 എന്ന് പറഞ്ഞാൽ 20 ഗുണം 7 അല്ലേ? 20 പ്രാവശ്യം 7 എഴുതി കൂട്ടുന്നതിന് തുല്യമാണ് 20 ഗുണം 7. 20 × 7 7 എത്രയാത്? 38 അധികം 140, 178 ആയിരിക്കും ആൻസർ. 178 ഈ ടേമിൻ്റെ, ഈ സീരീസിൻ്റെ, ഈ സീക്വൻസിൻ്റെ 25th ടേം. ഈ ശ്രേണിയുടെ 25ാം പദം 178 ആയിരിക്കും. ഇനി ഇതിലെ 4ാമത്തെ ചോദ്യം. ഇവിടെ ഈസ് 101 എ ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര. വാട്ട് അബൌട്ട് 1001? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? ഒരു സംഖ്യ തന്നിട്ട് അത് പറഞ്ഞിരിക്കുന്ന ഒരു ശ്രേണിയിൽ അഥവാ സീക്വൻസിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പ്രധാനപ്പെട്ടതാണിത്. പബ്ലിക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 13, 24, 35 എന്നിങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്. ഇതിൽ 101 വരുമോ എന്നും അറിയണം, 1001 വരുമോ എന്നും അറിയണം അല്ലേ? അപ്പം നമ്മളിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. 24 നിന്ന് 13 പോകുന്നു. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നതാണ്. ഏതിലും ഒരു സ്ഥാനത്ത് വരുന്നതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള കുറച്ചാൽ എപ്പോഴും കോമൺ ഡിഫറൻസ് കിട്ടും. ശ്രേണികളിൽ അങ്ങനെയാണ്, ഈ സമാന്തര ശ്രേണികളിൽ അങ്ങനെയാണ്. അപ്പോൾ 24 നിന്ന് 13 കുറച്ചാൽ കിട്ടുന്ന 11 ഇതിൻ്റെ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11. 24 നിന്ന് 13 കുറയ്ക്കുന്നു. നമുക്ക് 101 എന്ന് പറയുന്ന എക്സാമത്തെ പദം, ലെറ്റ് 101 ബി ദി എക്സ്ത് ടേം. എത്രാമത്തെ പദമാണ് 101 എന്ന് അറിയത്തില്ല. 101 ഈ ശ്രേണിയിലുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പം നമ്മളത് എക്സാമത്തെ പദമാണ് എന്നങ്ങ് കരുതുന്നു. അപ്പോൾ 101 എക്സാം പദം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ വരണം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതിൽ മിക്കവാറൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കോമൺ ഡിഫറൻസ് അറിയാം. എത്രയാണ്? ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 11. ടേം ഡിഫറൻസ് 101. ഒന്നാമത്തെ പദം എടുത്താൽ 13 അല്ലേ? ഒന്നാമത്തെ പദം എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. 101 - 13 സമം x - 1 എന്ന് എടുത്താൽ പോരെ? കോമൺ ഡിഫറൻസ് 101 എത്രാമത്തെയോ പദമാണ്. എത്രാമത്തെയാണെന്ന് നമുക്കറിയത്തില്ല. അതിൽ നിന്ന് ഒന്നാമത്തെ പദം നമ്മൾ കുറച്ചു. ഒന്നാമത്തെ പദം എത്രയാ? 13. ആ പദങ്ങളിൽ എത്രാമത്തെയൊക്കെയാ? 101 എക്സാമത്തെ പദം അറിയില്ല. x - 13 എത്രാമത്തെ പദമാണ്? ഒന്നാമത്തെ പദം -1. നമ്മൾ 24 എടുക്കുന്നെങ്കിൽ x - 2 എന്ന് കൊടുത്താൽ മതി. രണ്ടാമത്തെ പദം എടുക്കുന്നെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 101 - 13 ഡിവൈഡഡ് ബൈ x - 1. അതിലോരോന്ന് എന്താണെന്ന് അറിയാമല്ലോ. 101 എത്രാമത്തെയോ ഒരു പദം അറിയില്ല, മൈനസ് ഒന്നാമത്തെ പദം 13 ഡിവൈഡഡ് ബൈ 101ൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ x മൈനസ് 13ൻ്റെ സ്ഥാനം പൊസിഷൻ ഒന്നാമത്തത് 1. കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് എഴുതിയേക്കുന്നതിന് പകരം 11 എന്ന് എഴുതാം. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 11 എന്ന് പറയുന്നത് 101 - 13 ബൈ x - 1. 101 നിന്ന് 13 പോയാൽ 88. കുറയ്ക്കാവുന്നതല്ലേ? 88 ബൈ x - 1. ഇനി x - 1നെ അപ്പുറത്തോട്ട് ഗുണിക്കും, 11നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഹരിക്കും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലത്തെ ഒരു പരിപാടി അല്ലേ? അപ്പോൾ x - 1 സമം എങ്ങനെ വരും? x - 1 സമം ഇവിടെയുള്ള 88 ഡിവൈഡഡ് ബൈ അപ്പുറം നിന്ന് ഇങ്ങോട്ട് വരുന്ന 11. 88 ഭാഗം 11 എന്നിത് മാറും. എങ്ങനെയാണിത് വന്നത്? 11 സമം 88 ബൈ x - 1 എന്ന് നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ x - 1നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തൊരു സാധനം അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ x - 1 സമം ഇവിടെ 88 ഉണ്ട്. അവിടെയുള്ള 11നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 88 ബൈ 11. 88നെ 11 കൊണ്ട് ഹരിച്ചാൽ 8. x - 1 സമം 8 എന്ന് കിട്ടി. അപ്പോൾ x എത്രയായിരിക്കും? എക്സിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് 8. അപ്പോൾ x എത്രയായിരിക്കും? 8ൻ്റെ കൂടെ 1 കൂട്ടുന്നത് 9. അപ്പോൾ നമുക്കെന്ത് കിട്ടി? 9ാമത്തെ ടേമാണ് ഏത്? 101.
101 ഈസ് ദി 9th ടേം. എക്സ് എന്ന് നമ്മൾ എടുത്തത് എന്തിനായിരുന്നു? 101 ബി ദി എക്സ്ത് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സെൻറ്റൻസ് അല്ലേ. എക്സാമത്തെ പദമാണ്. അപ്പോൾ എക്സ് എത്ര കിട്ടി? 9. അപ്പോൾ 101 ഈ ശ്രേണിയിലെ 9ാമത്തെ പദമാണ്. അപ്പോൾ 101 ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഈ ശ്രേണിക്കകത്ത് 9ാമത് 101 എന്ന് പറയുന്ന സംഖ്യയായിരിക്കും വരിക. ഇനി ഇതിനകത്ത് 1001 വരുമോ എന്ന് നമുക്ക് പരിശോധിക്കാം അല്ലേ. കോമൺ ഡിഫറൻസ് 11 തന്നെ. 1001 എക്സ്ത് ടേം ആണെന്നിരിക്കട്ടെ, മുമ്പേ ചെയ്തതുപോലെ തന്നെ. പിന്നെ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഒന്നാമത്തെ പദമായിട്ട് നമ്മളിതിനെ കുറയ്ക്കും. കോമൺ ഡിഫറൻസ് സമം 1001 മൈനസ് 13 ബൈ എക്സ് മൈനസ് 1 അല്ലേ. 13 എന്ന് പറയുന്ന ഒന്നാമത്തെ പദമല്ലേ. 1001 എന്ന് പറയുന്നത് എക്സാമത്തെ പദം. അപ്പോൾ 1001 നിന്ന് 13 കുറച്ചതിനെ എക്സിൽ നിന്ന് 1 കൊണ്ട് കുറച്ചത് കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 11 സമം 1001 മൈനസ് 13 ബൈ എക്സ് മൈനസ് 1. 1001 നിന്ന് 13 പോയാൽ 988 988 ബൈ എക്സ് മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ എക്സ് മൈനസ് 1നെ അപ്പുറത്തേക്കും 11നെ ഇപ്പുറത്തേക്കും കൊണ്ടുവരണം. എക്സ് മൈനസ് 1 സമം 988 ബൈ 11. 988നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 89.818 എന്നാണ് കിട്ടുക. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാലോ എക്സ് എത്രയെന്ന് കിട്ടും? 90.818 എന്ന് കിട്ടും. അങ്ങനെ ഒരു സ്ഥാനം വരുമോ? 1ാം സ്ഥാനം വരും, 2ാം സ്ഥാനം വരും, 3ാം സ്ഥാനം വരും, 90ാം സ്ഥാനം വേണേൽ വരും, 91ാം സ്ഥാനം വരും, 92ാം സ്ഥാനം വരും. ഡെസിമലായിട്ടൊരു സ്ഥാനത്തിനെ നമുക്ക് പറയാൻ പറ്റില്ല. പറ്റുമോ? ഒരു പൊസിഷൻ 90.818ാമത്തെ സംഖ്യയാണ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഒന്ന് 90ാമത്തെ ആണെന്ന് പറയാം, അല്ലെ 91ാമത്തെ ആണെന്ന് പറയാം. അപ്പോൾ ഒരു ഡെസിമൽ പോയിൻ്റ് വന്നാൽ അതിൻ്റെ അർത്ഥം ഈ സീക്വൻസിനകത്ത് ആ നമ്പർ ഇല്ല അല്ലേ. പൊസിഷൻ കനോട്ട് ബി എ ഡെസിമൽ. ഡെസിമലായിട്ട് നമുക്ക് പൊസിഷനെ പറയാൻ പറ്റില്ല. 90ാമത്തെ ടേം എന്ന് വേണേൽ പറയാം, 91ാമത്തെ ടേം എന്നും പറയാം. പക്ഷേ 90.8ാമത്തെ പദമാണ് എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ പദം പറയാം, രണ്ടാമത്തെ പദം പറയാം. പക്ഷേ 1.5ാമത്തെ പദം അങ്ങനെ പറയാൻ പറ്റുമോ? അതുപോലെ ഡെസിമൽ വന്നാൽ നമുക്ക് ആ പദം ആ ടേം ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ സീക്വൻസിൻ്റെ അകത്ത് 1001 ഇല്ല. അതിൻ്റെ പൊസിഷൻ ഒരു ഡെസിമൽ പൊസിഷനാണ് വരുന്നത്. ഡെസിമൽ പൊസിഷൻ ഇല്ല. അതുകൊണ്ട് 1001 ഈ ശ്രേണിയിലുള്ള ഒരു ടേം ഈ സീക്വൻസിലെ ടേം അല്ല. ഇനി 5ാമത്തെ ചോദ്യം പരിശോധിക്കാം. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ. ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണ പരീക്ഷകൾക്ക് ഈ മോഡലിൽ ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യത്തെ 3 അക്ക സംഖ്യ നിങ്ങൾക്കറിയാം, 100 അല്ലേ. 99 വരെ 2 അക്കങ്ങളേ ഉള്ളൂ, 9. ആദ്യത്തെ 3 അക്ക സംഖ്യ 100. അവസാനത്തെ 3 അക്ക സംഖ്യയോ? 4 അക്ക സംഖ്യ തുടങ്ങുന്നത് എവിടെയാണ്? 1000. 1000-ലാണ് അല്ലേ. 1000-ലാണ് അതിന് തൊട്ട് മുമ്പുള്ളത്. അവസാനത്തെ 3 അക്ക സംഖ്യ 999. പക്ഷെ ഇത് നമുക്ക് കിട്ടിയാൽ പോരാ. നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണം അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, 100നെ ആദ്യം 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ എത്ര കിട്ടുന്നതെന്ന് അറിയാമല്ലോ, ഡിവൈഡ് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ. എന്നാൽ ഇതിലൊന്ന് പറയാം. ആദ്യത്തെ 1 അടങ്ങില്ല, 10 എടുക്കും. 10 7 ഒരു തവണ അടങ്ങും അല്ലേ. 1 7 7. 10 7 പോയാൽ 3. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പുറമുള്ള 0 താഴേക്ക് ഇറക്കി എഴുതണം. 30 ആയി. 30 എത്ര പ്രാവശ്യം കൊള്ളും? 4 തവണ. 7 4 28 അല്ലേ. 7 5 35 പോവും. അപ്പോൾ എത്ര വരും? 30 നിന്ന് 28 പോയിട്ട് 2 റിമൈൻഡർ വന്നേക്കുന്നത്. നമുക്ക് എത്ര റിമൈൻഡർ വരുന്നതാണ് വേണ്ടത്? 3 റിമൈൻഡർ വരുന്നതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 2 റിമൈൻഡർ വരുന്നതാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പകരം അത് എത്രയായിരുന്നെങ്കിൽ 3 റിമൈൻഡർ വന്നേനെ? 30-ന് പകരം 31 വന്നേനെ അല്ലേ. റിമൈൻഡർ നമുക്ക് 2 കിട്ടി. അപ്പോൾ ലാസ്റ്റ് വന്ന 30 - 28 അല്ലേ നമുക്ക് 2 കിട്ടിയത്. അപ്പോൾ അത് 31 അതിൽ നിന്ന് 28 കുറയ്ക്കുമ്പോൾ 3 വരത്തില്ലായിരുന്നോ?
അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏത് വരും? 100ൻ്റെ കൂടെ ആ 1, 1ൻ്റെ വ്യത്യാസമല്ലേ വന്നത്, ആ 1 കൂട്ടണം. 101. 101 ആയിരുന്നെങ്കിൽ ആ 0 ഇറക്കി എഴുതിയെടുത്ത് 31 എന്ന് വന്നേനെ അല്ലേ. അപ്പോൾ റിമൈൻഡർ വന്നതിനെ കൂടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടി. 2 റിമൈൻഡർ വന്നത്, 3 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ 100നോടൊന്ന് കൂട്ടി. അപ്പോൾ റിമൈൻഡർ 3 വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 101. ഇനി 999നെ ഇതുപോലെ തന്നെ നമുക്ക് 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം എത്ര റിമൈൻഡർ വരുമെന്ന്. 9 ഒരു പ്രാവശ്യം 7, 9ൽ നിന്ന് 7 പോയാൽ 2, അടുത്ത 9 താഴേക്ക് ഇറങ്ങും. അതിൽ 4 തവണ 7, 4, 28. 29ൽ നിന്ന് 28 പോയാൽ 1, അടുത്ത 9 ഇറങ്ങി എഴുതും. 7ൻ്റെ പട്ടിക ചൊല്ലി നോക്കുക. 19ൽ എത്ര തവണ? 1 7 7 14 3 21. 2 തവണയേ ഉള്ളൂ. 14. 19ൽ നിന്ന് 14 പോയാൽ 5. അപ്പോൾ എത്ര വ്യത്യാസം വന്നു? 3 വരേണ്ടത്, 5 വന്നു അല്ലേ. 2 എണ്ണത്തിൻ്റെ വ്യത്യാസം വന്നു. 3 മതിയായിരുന്നു റിമൈൻഡർ, പക്ഷെ നമുക്ക് 5 വന്നു. അപ്പോൾ 2 റിമൈൻഡറിൽ വന്ന വ്യത്യാസം. അപ്പോൾ നമ്മൾ 999ൽ നിന്ന് അവിടെ 9ന് പകരം എത്രയായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടിയേനെ? 9ൽ നിന്ന് 4 പോയപ്പോഴാണ് 5 കിട്ടിയത്. അവിടെ എത്രയായിരുന്നു വരേണ്ടത്? 7 ആയിരുന്നെങ്കിൽ 7ൽ നിന്ന് 4 പോകുമ്പോൾ എത്ര വന്നേനെ? 3 വന്നേനെ അല്ലേ. അപ്പോൾ നമ്മൾ 2 കുറയ്ക്കുന്നു. 999ൽ നിന്ന് 2 പോയിട്ട് 997. അതാണ് അവസാന സംഖ്യ. അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന, 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യ സംഖ്യ 101, അവസാന സംഖ്യ 997. ഇത് എത്ര വീതം കൂടി പോവുക? 7 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ 7 വീതം കൂടി പോകും. അപ്പോൾ 101, 7 108, എക്സെട്ര 997. അതാണ് ആ ശ്രേണി. അങ്ങനെ വരും. 7 വെച്ച് കൂട്ടി എഴുതുക. 101, 7 കൂട്ടി 108, 7 കൂട്ടി 115, എക്സെട്ര 997. ഇതിൽ എത്ര സംഖ്യകളുണ്ടെന്നാണ് നമുക്കറിയേണ്ടത്. അത് നമുക്ക് അറിയാൻ മാർഗമുണ്ട്, ഇപ്പം നമുക്കറിയത്തില്ല. ഒന്നാമത്തത് 101, രണ്ടാമത് 108, മൂന്നാമത് 115 അല്ലേ. അങ്ങനെ എത്ര സംഖ്യ ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 997 എന്ന് പറയുന്ന അവസാന സംഖ്യ എത്രാമത്തേതാണ് എന്ന് നോക്കിയാൽ പോരെ. ഒന്നാമത്തത് 101, രണ്ടാമത്തത് 108, മൂന്നാമത്തത് 115. അപ്പോൾ 997 എത്രാമത്തേതാണ് എന്ന് നോക്കിയാൽ അതിനകത്ത് ആകെ എത്ര സംഖ്യ ഉണ്ടെന്ന് കിട്ടുമല്ലോ. അത് അവസാനത്തെ സംഖ്യയല്ലേ 997. അത് എത്രാമത്തതാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് 997ൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ പൊസിഷൻ എക്സ് ആണെന്ന് കരുതിയിട്ട് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ 101, 997 എക്സാം പൊസിഷനിൽ എന്ന് കരുതുക. അപ്പോൾ 7 കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് സമം എന്ന് പറഞ്ഞാൽ 7 സമം 997 മൈനസ് 101. ആ സംഖ്യകൾ എഴുതി, പദങ്ങൾ എഴുതി, ടേംസ് എഴുതി. ഇനി പൊസിഷൻ 997ൻ്റെ പൊസിഷൻ എക്സ് അറിയത്തില്ല, അത് എത്രാമത്തേതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 101 എത്രാമത്തെയാ? ഒന്നാമത്തത്. അപ്പോൾ എക്സ് മൈനസ് 1. ഇനി 997ൽ നിന്ന് 101 പോയാൽ എത്ര? 896 ശരിയല്ലേ, ബൈ എക്സ് മൈനസ് 1. ഇനി മുൻ ചോദ്യങ്ങളിൽ ചെയ്തതുപോലെ എക്സ് മൈനസ് 1 അപ്പുറത്തേക്ക് പോവും, 7 ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യും. എക്സ് മൈനസ് 1 സമം 897 896 896 896 ബൈ 7. അത് ഹരിച്ച് നോക്കുമ്പോൾ 128 എന്ന് കിട്ടും. എഴുതി ഹരിക്കണം സൈഡിൽ. അപ്പോൾ 128 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് 1 ആണ് 128. അപ്പോൾ എക്സ് എത്രയായിരിക്കും? എക്സ് സമം 128ൻ്റെ കൂടെ മൈനസ് 1 ഇപ്പുറത്ത് കൊണ്ടൊന്ന് കൂട്ടണം. 128 1 129. അപ്പോൾ എക്സ് എത്രയെന്ന് കിട്ടി? 129. അപ്പോൾ 129ാമത്തെ സംഖ്യയാണ് 997. അതായത് 997 എന്ന് പറയുന്ന അവസാന സംഖ്യ 129 വരുന്നു. അതിൻ്റെ അർത്ഥം ഈ ശ്രേണിയിൽ 129 സംഖ്യകളുണ്ട്. 129 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആർ
there in this sequence. 129 3-digit numbers are there in this sequence. ഈ ശ്രേണിയിൽ 129 മൂന്നക്ക സംഖ്യകൾ ഉണ്ട്. ഒന്നുകൂടെ നോക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇനി ആറാമത്തെ ചോദ്യം. Fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequences. What if we use some other numbers instead of 1, 4, 28 and 7? 1, 4, 28, 7 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ 4 മൂലയിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് നോക്കിയാലും അരിത്തമെറ്റിക് സീക്വൻസ് വരുന്നത് പോലെ ഫില്ല് ചെയ്യണം. തന്നിരിക്കുന്ന സമചതുരത്തിൽ ഓരോ വരിയിലും ഓരോ നിരയിലും സമാന്തര ശ്രേണിയാകുന്ന വിധത്തിൽ ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതുക. 1, 4, 28, 7 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റേതെങ്കിലും 4 സംഖ്യകൾ എഴുതിയാലോ? നോക്കാം. ഇപ്പം ഇതിൽ നമുക്ക് ആദ്യത്തെ നിര ഫസ്റ്റ് റോ 1-ൽ തുടങ്ങി 4-ൽ അവസാനിക്കുന്നു അല്ലേ? ആദ്യത്തേത് 1, നാലാമത്തേത് 4. ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. ഓരോ സ്ഥാനവും അറിയാം, പദവും അറിയാം. 4-ാം സ്ഥാനത്ത് 4, 1-ാം സ്ഥാനത്ത് 1. അപ്പോൾ പദവ്യത്യാസം അഥവാ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 4 - 1 ബൈ പൊസിഷനും ഏത് തന്നെയാണ്? 4-ാം സ്ഥാനവും 1-ാം സ്ഥാനവും. 4 - 1 4 - 1 ഭാഗം 4 - 1 അതാണ് കോമൺ ഡിഫറൻസ് അല്ലേ? ശ്രേണി ഇതാണ് 1 ഡാഷ് ഡാഷ് 4. ഒന്നാമത്തെ അറിയാം, നാലാമത്തതും അറിയാം. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ വരും? 4 - 1 ഡിവൈഡഡ് ബൈ 4 - 1. 4-ൽ നിന്ന് പോയാൽ 3, 4-ൽ നിന്ന് പോയാൽ വീണ്ടും 3, 3 ഭാഗം 3 1. അപ്പോൾ പൊതുവ്യത്യാസം 1 ആണ്. ആദ്യത്തെ 1 മുതൽ 4 വരെ പോകുന്നതിൻ്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 1 ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 1 വീണ്ടും 1 കൂട്ടുന്നു, 2 3 4. അങ്ങനെയാണ് ആദ്യത്തേത് വരേണ്ടത് അല്ലേ? 1 2 3 4. സീക്വൻസ് എങ്ങനെ വരണം? 1 2 3 4 എന്നാണ് ആ സീക്വൻസ് വരേണ്ടത്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അവിടെ വരേണ്ടത് 2ഉം 3ഉം ആണ്. അപ്പോൾ അതായി. ഇനി ഏതാ നോക്കുക? ഈ താഴേക്കുള്ള നോക്കിയാലോ? ആദ്യത്തേത് ഫസ്റ്റ് കോളം 1 ഡാഷ് ഡാഷ് 7 അങ്ങനെയാണ് ഇത് വരുന്നത് അല്ലേ? 1 ഡാഷ് ഡാഷ് 7. അപ്പോൾ എങ്ങനെ ചെയ്യണം? 4-ാം പദം 7 മൈനസ് 1-ാം പദം 1 7 - 1 ബൈ പൊസിഷൻ 4 - 1. സ്ഥാനം അങ്ങനെയല്ലേ? 4-ാം സ്ഥാനത്താണ് 7, 1-ാം സ്ഥാനത്ത് 1. അപ്പം എങ്ങനെ വരണം? 7 - 1 ബൈ 4 - 1. 7-ൽ നിന്ന് പോയാൽ 6 ഭാഗം 4-ൽ നിന്ന് പോയാൽ 3. 6-നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ പൊതുവ്യത്യാസം എങ്ങനെ വരും? എത്ര വരും? കോമൺ ഡിഫറൻസ് 2. അപ്പോൾ 1 അതിനോടുകൂടി 2 കൂട്ടുന്നു, 2 1 3, വീണ്ടും 2 കൂട്ടുന്നു, 3 2 5, 5 2 7. അങ്ങനെയാണ് ഈ സീക്വൻസ് വരുന്നത് അല്ലേ? 1 2 കൂട്ടി 3, വീണ്ടും 2 കൂട്ടി 5, വീണ്ടും 2 കൂട്ടി 7. അപ്പോൾ 3ഉം 5ഉം അവിടെ വരുന്നു. അപ്പോൾ അതായി 2 ശ്രേണികളായി. ഇനിയുണ്ട്. ഇനി അതെടുക്കുക, ലാസ്റ്റത്തെ എടുക്കുക അല്ലേ? 4 to 28, 4 to 28. 4 ഡാഷ് ഡാഷ് 28 അങ്ങനെയല്ലേ വരുന്നത്? ഇതിലെങ്ങനെയാണ് വരിക? കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 4-ാം പദം 28, 1-ാം പദം 4. അപ്പോൾ 28 മൈനസ് 4 ബൈ 4 മൈനസ് 1 അല്ലേ? 28 മൈനസ് 4 ബൈ 4 മൈനസ് 1. 28-ൽ 4 പോയാൽ 24 ബൈ 4-ൽ നിന്ന് പോയാൽ 3. 24 ബൈ 3, 24 ഭാഗം 3
8 8 ഇരട്ട് 16 324 8ആണ് അപ്പോൾ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് 8. അപ്പോൾ ആദ്യമുള്ള 4നോട് കൂടി 8 വീതം കൂട്ടിക്കൂട്ടിയായിരിക്കും താഴേക്ക് പോയേക്കുന്നത്. 4 വെട്ടും 12, 12 വെട്ടും 20, 20 വെട്ടും 28. അങ്ങനെയാണ് ആ സീക്വൻസ് വരേണ്ടത്. അങ്ങനെ വരണം 4, 12, 20, 28. അപ്പോൾ അവിടെ 12ഉം 20ഉമാണ് വരേണ്ടത്. ഇനി ഏറ്റവും ലാസ്റ്റത്തേത് ഇത് അല്ലേ, 7 ആദ്യവും 28 അവസാനവും വരുന്ന ശ്രേണി. 7 ഡാഷ് ഡാഷ് 28. പൊതുവ്യത്യാസം എങ്ങനെ വരണം? 28 - 7 ഭാഗം 4 - 1 അല്ലേ. 28 7 പോയാൽ 21, 4 1 പോയാൽ 3, 21 ഭാഗം 3 7 74 3 21 7. അപ്പോൾ കോമൺ ഡിഫറൻസ് 7ആണ്. അപ്പോൾ എങ്ങനെ വരും ശ്രേണി? 7 7 കൂട്ടി 14, 7 21, 7 28. അങ്ങനല്ലേ വരേണ്ടത്? 7 14 21 28. അപ്പോൾ അവിടെ വരേണ്ടത് 14ഉം 21ഉം ആയിരുന്നു. മുഴുവനായോ? ഇനിയുണ്ട് 2 കൂടെ അല്ലേ. നടുക്കത്തെ 4 കോളം 4 കള്ളികൾ ഇപ്പോഴും നിറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് 5 തുടങ്ങി 20 അവസാനിക്കുന്ന ശ്രേണി നോക്കാം. കണ്ടല്ലോ, അത് മഞ്ഞ നിറത്തിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 5 ഡാഷ് ഡാഷ് 20 എന്ന ശ്രേണി. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എങ്ങനെ വരും? 20 - 5 ഭാഗം 4 - 1 അല്ലേ. 20 - 5 ഭാഗം 4 - 1. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. 20 നിന്ന് 5 പോയാൽ 15 ഭാഗം 4 നിന്ന് 1 പോയാൽ 3, 15 ഭാഗം 3 5. അപ്പോൾ 5ആണ് പൊതുവ്യത്യാസം. 15 ഭാഗം 3 5. അപ്പോൾ 5 വീതം കൂടിക്കൂടി പോകുന്നതാണ് ഈ സീക്വൻസ്. 5ൻ്റെ കൂടെ 5 കൂടിയാൽ 10 അല്ലേ. 5 10 വീണ്ടും 5 കൂടുമ്പോൾ 15 വീണ്ടും 5 കൂടുമ്പോൾ 20. അപ്പോൾ ശ്രേണി എങ്ങനെ വരും? 5 10 15 20 ഇങ്ങനെ വരും. 5 10 15 20. ഇനി ഒരു സെറ്റ് കൂടെ ഉള്ളൂ. 3ൽ തുടങ്ങി 12ൽ അവസാനിക്കുന്നത് അല്ലേ. 3ൽ തുടങ്ങി 12ൽ അവസാനിക്കുന്നു. 3 ഡാഷ് ഡാഷ് 12. ഇതിൻ്റെ പൊതുവ്യത്യാസമോ 12 അവസാനം വരുന്നു അല്ലേ. 12 - 3 ഭാഗം 4 - 1. 12ൽ നിന്ന് 3 പോയാൽ 9, 4ൽ നിന്ന് 1 പോയാൽ 3, 9 ഭാഗം 3 3 3 9. അപ്പോൾ 3 വീതം കൂടിക്കൂടി പോകുന്ന ഒരു ശ്രേണിയാണിത്. അപ്പോൾ എങ്ങനെ വരണം? സീക്വൻസ് എങ്ങനെ വരണം? 3 6 9 12. 3 6 9 12 എന്ന ക്രമത്തിലായിരിക്കും ഈ ശ്രേണി വരിക. 3 6 9 12. ഇപ്പോൾ എല്ലാം ആയല്ലോ. നമ്മൾ ശ്രേണികൾ മുഴുവൻ ഫില്ല് ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ട് വേറെ ഏതെങ്കിലും സംഖ്യകൾ വന്നാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതർ നമ്പേഴ്സ് ഏതെങ്കിലും ആണെങ്കിലോ നമുക്ക് ഇതിനോടെല്ലാം കൂടെ കൂട്ടി 1 വീതം കൂട്ടാം. ഈ 1നോടും 4നോടും 7നോടും 28നോടും 1 വീതം കൂട്ടിയിട്ടൊന്ന് നോക്കാം. 1 പകരം 2 ആക്കി, 4 പകരം 5 ആക്കി, 7 പകരം 8 ആക്കി, 28 പകരം 29 ആക്കി. അപ്പോൾ എങ്ങനെ വരും? ആദ്യത്തേത് 2 3 4 5 എന്നായിരുന്നു വന്നത് അല്ലേ. 2 3 4 5 അല്ലേ. 1 വീതമാണ് അതിനകത്ത് കൂടിക്കൂടി വന്നത്. താഴേക്ക് ആദ്യം വരുന്നതോ 8 7 15 7 22 7 29. 7 വീതം കൂടിക്കൂടി വരും. 8 15 22 29. ഇനി ഇടത് സൈഡിലോ 2 4 6 8. ഞാനിങ്ങനെ പെട്ടെന്ന് പറയുന്നതാണ്. ഇത് കോമൺ ഡിഫറൻസ് കാണാത്ത രീതിയിൽ തന്നെ കണ്ടുപിടിക്കണം. ഈ ഒരെണ്ണം നോക്കാം. 8ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 6 അല്ലേ. അതിന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4ൽ നിന്ന് 1 കുറച്ചതുകൊണ്ട് 3 കൊണ്ട്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ഭാഗം 3 2 അല്ലേ. 2 വീതം കൂടി പോകുന്നു. 2 4 6 8. അതാണ് ഈ 4 6 വന്നത് അല്ലേ. ഇനി അടുത്തത് ലാസ്റ്റത്തേത്. ഇവിടെ എങ്ങനെ വരണം?
29 നിന്ന് 5 പോകണം. 24 ഭാഗം 4 നിന്ന് 1 പോകണം 3. 24 ഭാഗം 3 8 8 5 അപ്പോൾ 5ൻ്റെ കൂടെ 8 കൂട്ടും 13. 13 കിട്ടും 21. 21 കിട്ടും 29. അങ്ങനെയാണ് ശ്രേണി വരിക. ഓരോന്നും അങ്ങനെ കണക്ക് കൂട്ടിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 4 13 എന്ന് പറയുന്നതിൽ 13 നിന്ന് 4 പോയാൽ 9, 4 നിന്ന് 1 പോയാൽ 3 അല്ലേ? 9/3 3. അപ്പം 4 3 7 3 10 3 13. അതാണ് ആ ശ്രേണി. 4 7 10 13 അല്ലേ? ഇപ്പം 6 21 എന്ന് വരുന്നതോ 21 നിന്ന് 6 കുറയ്ക്കണം. 21 നിന്ന് 6 പോയാൽ 15 ഭാഗം 4 നിന്ന് പോകുന്നത് 3. 15 ഭാഗം 3 5. അപ്പോൾ 5 വീതം കൂട്ടണം. 6 5 11, 11 5 16. അങ്ങനെയാണ് ആ ശ്രേണി വരേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ വരണം. നിങ്ങൾ നോക്കുക, ഇവിടെ വരണം. നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി തരാം. ഇത് ഹോംവർക്ക് പോലെ ചെയ്യുക. 3 4 പകരം 6, 7 പകരം 9, 28 പകരം 30. ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നമ്മുടെ ബുക്കിൽ ചെയ്ത് വെക്കുക. ഇനി 7ാമത്തെ ചോദ്യം. ദി ടേബിൾ ബിലോ സം അരിത്തമാറ്റിക് സീക്വൻസസ് ആർ ഗിവൺ വിത്ത് 2 numbers against each. ചെക്ക് വെദർ ഈച്ച് ബിലോങ് ടു ദി സീക്വൻസ് ഓർ നോട്ട്. കുറേ അരിത്തമാറ്റിക് സീക്വൻസ് തന്നേക്കുന്നു. അതിനകത്ത് ഓരോ സീക്വൻസിലുള്ള 2 നമ്പേഴ്സ് തന്നേക്കുന്നു. അത് ഈ സീക്വൻസിലുണ്ടോ ഇല്ലയോ എന്ന് പറയണം. പല രീതികൾ അറിയാം. എക്സ് എന്ന് കൊടുത്തിട്ട് പൊസിഷൻ എക്സാമത്തെ പൊസിഷനിൽ ഇതാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നു. അല്ലാതെ ആ ശ്രേണിയുടെ പ്രത്യേകത വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. പട്ടികയിൽ ചില സമാന്തര ശ്രേണികളും ഓരോ ശ്രേണിയുടെയും നേരെ 2 സംഖ്യകളും എഴുതിയിട്ടുണ്ട്. സംഖ്യകൾ ഓരോന്നും അതത് ശ്രേണിയിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക. ഓരോന്നായിട്ട് എടുത്തിട്ട് നോക്കാം. മൊത്തം വായിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തേത് 11 22 33 എന്ന് പറയുന്ന ശ്രേണി. അതിൽ 123 ഉണ്ടോ 132 ഉണ്ടോ എന്ന് നോക്കണം. ഇത്തരം ശ്രേണികൾ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ആ ശ്രേണിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ ശ്രേണിയുടെ പ്രത്യേകത? 11 വീതം കൂടിക്കൂടി പോകുന്ന 11ൻ്റെ പട്ടിക അതേപടി എഴുതിയേക്കുന്നതാണല്ലേ. 11 1 11, 11 2 22, 11 3 33, 11 4 44, അങ്ങനെയല്ലേ പോകുന്നത്. എല്ലാം മൾട്ടിപ്പിൾസ് ഓഫ് 11, 11ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 123 എന്ന് പറയുന്ന സംഖ്യ അതിൽ വരണമെങ്കിൽ എന്തായിരിക്കണം? അത് 123 11ൻ്റെ ഗുണിതമാണെങ്കിലേ ഈ സീക്വൻസിൽ അഥവാ ശ്രേണിയിൽ വരൂ. 132 വരണമെങ്കിലോ അതും 11ൻ്റെ ഗുണിതമായിരിക്കണം അല്ലേ? അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അധികം ആലോചിക്കാതെ. അപ്പോൾ ഇതിൽ 123നെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 132നെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 11 ആണ് ഈ സീക്വൻസ്. 11 1, 11 2, 11 3 അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 123 ഉണ്ടോ എന്നറിയണമെങ്കിൽ 123നെ 11 കൊണ്ട് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. 123 ഭാഗം 11 പക്ഷേ നമുക്ക് കിട്ടിയത് 11.8 ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 11 കൊണ്ട് അതിനെ നിശേഷം ഹരിക്കാൻ പറ്റില്ല, റിമൈൻഡർ വരുന്നു. അതുകൊണ്ട് 123 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ വരാൻ പാടില്ല, ഡെസിമൽ വരാൻ പാടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ സംഭവം ഈ ശ്രേണിയിലില്ല. 123 123 ഈസ് നോട്ട് എ ടേം. ശ്രേണിയിലുണ്ടായിരുന്നെങ്കിൽ 11 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ശ്രേണിയിൽ ഇല്ല, സീക്വൻസിലില്ല. 123 ഈസ് നോട്ട് എ ടേം ഇൻ ദിസ് സീക്വൻസ്. ഇനി 132 ആണെങ്കിലോ 132/11 എഴുതി ഹരിച്ച് നോക്കണം. ഇത് ഹരിച്ച ആൻസർ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. 12 കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ശ്രേണിയിലെ 12th ടേമാണ് 132. അതൊരു മൾട്ടിപ്പിളാണ്. ഏതിൻ്റെ? 11ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 132 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. മനസ്സിലായോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 12 13 34 എക്സെട്ര എന്ന് പോകുന്ന സീക്വൻസ്. അതിൽ 100 ഉണ്ടോ 1000 ഉണ്ടോ എന്ന് നോക്കണം. 12 23 34 എക്സെട്ര. മുമ്പേ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? 11 22 33 അല്ലേ? അതുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടല്ലോ.
11ൻ്റെ മൾട്ടിപ്പിൾസിനോട് കൂടി 1 കൂട്ടിയതല്ലേ ഇത്? 11 + 1 12, 22 + 1 23, 33 + 1 34. അടുത്തത് ഏത് വരും? 44 + 1 45 വരും. അടുത്തത് 55 + 1 56 വരും അല്ലേ? എന്ന് പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 1, ഒരു സംഖ്യ ഇതിലുണ്ടോയെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ആ സംഖ്യയോട് കൂടി 1 കൂട്ടിയിട്ട് ആ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. ഇപ്പോൾ ഇതിനുണ്ടോയെന്ന് അറിയണമെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തേത് 12, അതിൽ നിന്ന് 1 പോയാൽ എത്രയാ? 11. 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഒരു 11 11. രണ്ടാമത്തെ ടേം 23, അതിൽ നിന്ന് 1 കുറച്ചാൽ 22. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 11 2 22. 34ൽ നിന്ന് 1 കുറച്ചാൽ 33. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 11 3 33 അല്ലേ? അപ്പോൾ 100 ഉണ്ടോയെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 100ൽ നിന്ന് 1 കുറയ്ക്കുക അല്ലേ? 100 - 1. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 99 അല്ലേ? അതിനെ 11 കൊണ്ട് പറ്റും. 9 പ്രാവശ്യം. 9 × 11 ആണ് 99. അപ്പോൾ 99 11ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 100 ഇതിലുള്ള ഒരു ടേമാണ്. നമ്മൾ മറ്റേ രീതി കണ്ടുപിടിക്കാൻ പോയാൽ ആ കണക്കെല്ലാം ചെയ്യണം. ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഇനി അതുപോലെ 1000 ഉണ്ടോയെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 1000ൽ നിന്ന് 1 കുറയ്ക്കുക. 999. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പറ്റിയല്ല. 90.82 കിട്ടും. ഡെസിമൽ വരും അല്ലേ? അത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? 1000 എന്ന് പറയുന്ന നമ്പർ ഈ സീക്വൻസിൽ ഇല്ല. 1000 ഈസ് നോട്ട് എ ടേം. 1000 ഈസ് നോട്ട് എ ടേം ഇൻ ദിസ് സീക്വൻസ്. മറ്റു രീതിയിലും ചെയ്ത് നോക്കാം. ഇതാണ് എളുപ്പം. ഈ സീക്വൻസുകൾ അങ്ങനെ കൊടുത്തേക്കുന്നത് കൊണ്ട്. ഇനി അടുത്ത ടൈം നോക്കി. ഇതിനും ഈ 11ഉമായിട്ടൊരു ബന്ധമുണ്ട്. 21 32 43 എന്ന് പോകുന്ന സീക്വൻസ്. 21 32 43 ഇതൊക്കെ എങ്ങനെ വന്നേക്കുന്നത്? 11ൻ്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 1 കുറച്ചേക്കുക അല്ലേ? അതായത് ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 21ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 22 അല്ലേ? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട്. 32ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 33, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 43ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 44, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 100 കൊണ്ട് പറ്റുമോ എന്നെങ്ങനെ അറിയുന്നേ? മൾട്ടിപ്പിൾസ് ഓഫ് 11 - 1 ആണിത് അല്ലേ? അപ്പോൾ 100ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 100ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 100 101/11. ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ശിഷ്ടം വരും. ഡെസിമലാണ് വരുന്നത്. 9.18. അപ്പോൾ എന്ത് സംഭവിച്ചു? 100 ഇതിനകത്തുള്ള ഒരു ടേം അല്ല. 101 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. അതുകൊണ്ട് 100 ഈസ് നോട്ട് എ ടേം. ഇനി 1000 ആണെങ്കിലോ? 1000ൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ? 1001. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പറ്റുമല്ലോ. 1000 + 1/11. 1001/11. അത് ഹരിച്ച് നോക്കിയാൽ 91 എന്ന് കിട്ടും ആൻസർ. 1001നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 91 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? 1000 1001 മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 1000 ഇതിനകത്തുള്ള ഒരു ടേമാണ്. 1000 ഈസ് എ ടേം. ഇനി അടുത്തത്. ഇത് വേറൊരു രീതിയിൽ വരുന്ന സീക്വൻസുകളാണ്. 1/4, 1/2, 3/4 എക്സെട്ര അല്ലേ? എങ്ങനെയാണിത് വരുന്നത്? 4-1 വീതം കൂട്ടിക്കൂട്ടി പോകുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ 4 വെച്ച് കൂട്ടിക്കൂട്ടി പോവുകയാണ് അല്ലേ? കാൽ, അതിൻ്റെ കൂടെ 4 കൂട്ടി അര, അരയും 4 മുക്കാൽ, മുക്കാലും 4 1. അടുത്തത് ഏതായിരിക്കും? 1/4, 1/2, 1/4, 2, 2/4, 2/2, 2/4, 3, 3/4, 3/2, 3/4, 4. അങ്ങനെയല്ലേ പോവുക? ഇങ്ങനെ പോകും. കാൽ വീതം കൂടി അല്ലേ? 4-1, 4 കൂടുമ്പോൾ 2-1, വീണ്ടും കാൽ കൂട്ടി. കാൽ, അര, മുക്കാൽ, 1, 1/4, 1/2, 1/4, 2.
2:15, 2:30, 2:45, 3, 3:15, 3:30, 3:45, 4, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വരും? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും. എണ്ണൽ സംഖ്യകൾ എല്ലാം വരും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4 അല്ലേ. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സീക്വൻസ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകൾ. അതിൻ്റെ അർത്ഥം എന്താ? 3ഉം 4ഉം ഒക്കെ ഇതിനകത്ത് വരും. 3ഉം വരും, 4ഉം വരും. ഇനി അടുത്തത് 3/4, 1.5, 2.25 എക്സെട്ര എന്ന് പറഞ്ഞാൽ 3/4, 1.5, 2.25 എക്സെട്ര. ഇത് എത്ര വീതമാണ് കൂടിപ്പോകുന്നത്? 3/4. അതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ 1, പിന്നെയും 4 കൂട്ടിയാൽ 1.25, പിന്നെയും 4 കൂട്ടിയാൽ 1.5 അല്ലേ. 3/4 വീതം കൂടി പോവുകയാണ്. 4ൽ 3 വീതം കൂടി പോകുന്ന ഒരു സീക്വൻസാണിത്. 3/4 വീതം അല്ലേ. ഇതെങ്ങനെ വരും? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയാൽ 3/4, 1.5, അതിൻ്റെ കൂടെ വീണ്ടും 3/4 കൂട്ടുമ്പോൾ 1.5, അര കൂട്ടുമ്പോൾ 2, പിന്നെയും 4 കൂട്ടുമ്പോൾ 2.25, അതിൻ്റെ കൂടെ 3/4 കൂട്ടുമ്പോൾ 3, പിന്നെ 3.25, 4.5, 5.25, 6, അങ്ങനെ പോകും. 3/4, 1.5, 2.25, വീണ്ടും 3/4 കൂട്ടി 3. കോമൺ ഡിഫറൻസ് എത്രയാണ്? 3/4 അല്ലേ. കോമൺ ഡിഫറൻസ് 3/4. അത് കൂടി പോകുന്നതാണ്. അപ്പോൾ ഈ സീക്വൻസിൽ ഏതൊക്കെ വരും? 3 വരും. 3 അതിൽ വന്നിട്ടുണ്ട്. 1, 2, 3, 4ാമത്തെ ടേം 3 ആണ്. പക്ഷെ 4 വരുമോ? 4 വരില്ല അല്ലേ. 3 ഈസ് എ ടേം ആൻഡ് 4 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ. എല്ലാം നന്നായിട്ട് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളുണ്ടാവും. അതുടനെ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.